നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു റൂഫിംഗ് വർക്കാണിത്. ഇവിടെ പുറത്തേക്ക് ഒരു 6 അടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ പാത്തി കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം. ആദ്യം ക്ലാമ്പ് പാത്തി അഴിച്ച് മാറ്റി ഇനി ക്ലാമ്പ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ 4 കഴുക്കോലാണ് വരുന്നത്. 6 ഷീറ്റാണ് ഇവിടെ ഉള്ളത്. 4 കഴുക്കോലാണ് വരുന്നത്. അപ്പോൾ ഈ 4 കഴുക്കോല് നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സൈഡിലാണ് കഴുക്കോല് വെച്ച് കൊടുക്കുന്നത്. കാരണം എൻഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 6 അടി ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ കൊലയാനുള്ള സാധ്യതയുണ്ട്, ഡൗണായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെയിൻറ്റ് പൈപ്പിനും പട്ടയ്ക്കൊക്കെ പെയിൻ്റ് അടിക്കുകയാണ്. ഇനി നമുക്ക് കഴുക്കോല് സെറ്റാക്കാനുണ്ട്. ഇവിടെ ഇത് 4 കഴുക്കോലും ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെയാണ് 4 കഴുക്കോല് നിർത്തുന്നത്. ഒരെണ്ണം വരുന്നിടത്ത് കോൺക്രീറ്റ് സൈഡിലുണ്ടായിരുന്നു, അപ്പോൾ അതിലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് വരുന്നതിന് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് സൈഡിലും കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. ആ 1 ഇഞ്ച് പൈപ്പും കൂടെ വെച്ച് കൊടുത്താൽ ഇച്ചിരി കൂടെ ബലം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ സൈഡിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പട്ടിക 2 പട്ടികയാണ് വരുന്നത്. ഷീറ്റ് നമ്മളൊരു 5.5 ഇഞ്ചാണ് മുമ്പത്തെ ഷീറ്റിൻ്റെ തള്ളുണ്ടായിരുന്നത്. അത് തന്നെയാണ് 5.5 ഇഞ്ച് തന്നെയാണ് തള്ളു വെക്കുന്നത്. പാത്തി ക്ലാമ്പ് താഴെ തന്നെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജോയിൻറ്റിനൊക്കെ പെയിൻ്റ് ഒന്ന് ടച്ചാക്കിയാണ്. നമ്മളിതിൻ്റെ വളരെ ലെങ്ത്തായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഷീറ്റ് ഇടാനാണ് ഉള്ളത്. പാത്തി ഷീറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ എടുത്തു വെക്കുകയുള്ളൂ. നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷീറ്റ് വിട്ട് പാത്തി ലാസ്റ്റാണ് പാത്തി എടുത്ത് വെക്കുന്നത്. അപ്പോൾ പഴയ ഷീറ്റ് നമ്മൾ 2 ലൈനിൽ വരുന്ന സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ക്ലാമ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷീറ്റ് ഇടാൻ വേണ്ടി തുടങ്ങി. 6 അടി ഷീറ്റ് നമ്മൾ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5.5 ഇഞ്ച് തള്ളം വെച്ച് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് JSW കളർ ഓൺ പ്ലസ് ഷീറ്റായിരുന്നു. 3.5 തിക്നെസ്സുള്ള ഷീറ്റാണ്. മുമ്പും അത് ഷീറ്റ് ഉപയോഗിച്ച് തന്നെയാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതേ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് പുതിയ വർക്കും ചെയ്യുന്നത്. അപ്പോൾ പാത്തിയൊക്കെ കറക്റ്റ് ജോയിൻ്റ് ആയി കിട്ടും. വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ്റ് കറക്റ്റ് ആവാൻ സാധ്യതയില്ല. പക്ഷേ ഈ പഴയ ഷീറ്റിൻ്റെ എൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് തുരുമ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ചെറിയ രീതിയിൽ പ്രൈമറും കൂടെ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് ഈ കാണുന്നിടത്തൊക്കെ താഴെ മുകളിലും നമ്മൾ പ്രൈമർ അടിച്ചു കൊടുത്തതിന് ശേഷമാണ്, അപ്പോക്സി അടിച്ചതിന് ശേഷമാണ് ഷീറ്റ് കയറ്റിയിട്ടത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഷീറ്റ് കൊണ്ടുപോയിട്ട് പഴയ ഷീറ്റിൻ്റെ അടിയിലേക്ക് ഇടുമ്പോൾ അത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ ഷീറ്റിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് തുരുമ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട്. ഇപ്പം നമ്മൾ 2-3 ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഷീറ്റ് ഇടാൻ ബാക്കിയുണ്ട്. ഇത് ജോയിൻ്റ് പക്ക സീറ്റിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരേ ബ്രാൻഡായിട്ടുള്ള ഗുണം അതാണ്. പല ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഷീറ്റ് ഒരിക്കലും സീറ്റിംഗ് ആവില്ല, അതിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ വർക്ക് നമ്മൾ ഷീറ്റ് വർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പഴയ ഷീറ്റിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്താക്കിയിട്ടുണ്ട്. ഇനി പാത്തി സെറ്റാക്കാനുണ്ട്. പാത്തി നമുക്ക് പഴയ പാത്തിക്കുള്ള ഒരു പ്രശ്നം, എൻ്റെ ജോയിൻ്റൊക്കെ ലീക്കായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ആ ജോയിൻ്റൊക്കെ എടുത്ത് കളഞ്ഞ് നേരെ മുകളിൽ കയറ്റിയിട്ടിട്ടാണ് പാത്തി വെക്കുന്നത്. കാരണം ജോയിൻ്റ് ലീക്ക് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. കസ്റ്റമേഴ്സിന് സിലിക്കോണൊക്കെ ഇട്ട് ചെയ്താലും കാലക്രമേണ ഒരു ജോയിൻ്റ് ലീക്കിൻ്റെ പ്രശ്നം പഴയ പാത്തികളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ആ ജോയിൻ്റ് അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കി അതിന് നേരെ മുകളിൽ കയറ്റി അടിച്ചിട്ട് അതിന് നമ്മൾ സിലിക്കോണും കൂടി അടിച്ചു വിടുകയാണ്. പഴയ സ്ഥലത്ത് ഉണ്ടായിരുന്ന